ക്ലാസ്സിലെ താരീഖ് ബുക്കിലെ 9ാം പാഠം പഠിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ 8ാമത്തെ പാഠം എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഹുനൈൻ സമരമാണ് അല്ലേ? ഹുനൈൻ സമരത്തിൽ മുസ്ലിംകളെ നേരിടാൻ ഏത് ഗോത്രക്കാരാണ് വന്നത്? ഹവാസിൻ ഗോത്രക്കാരും സഖീഫ് ഗോത്രക്കാരും അല്ലേ? അവരുടെ കേന്ദ്രമായിരുന്നു ഏത് പ്രദേശം? ത്വായിഫ്. അങ്ങനെ കുറേ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. താരീഖിൽ നമ്മൾ എന്താ കൂടുതലും പഠിക്കുന്നത്? ഹിജ്റ വർഷങ്ങളാണ് അല്ലേ? ഓരോ ഹിജ്റയിൽ അല്ലെ, അറബി ഹിജ്റയിൽ നടന്ന കാര്യങ്ങൾ അല്ലേ, അതിനെ കുറിച്ചിട്ടാണ് നാം പഠിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം ഏത് ഹിജ്റ വർഷത്തിലാണ് നമുക്ക് പ്രതിരോധത്തിന് അനുവാദം നൽകിയത്. എപ്പോഴാണ്? ഹിജ്റ 2ാം വർഷം അല്ലേ? പിന്നെ ബദർ യുദ്ധം ഏത് ഹിജ്റ വർഷത്തിലാണ്? ഹിജ്റ 2ാം വർഷം റമളാൻ മാസത്തിൽ അല്ലേ? പിന്നെ ഉഹദ് 3ാം വർഷത്തിലാണ് അല്ലേ? ഹിജ്റ 3ാം വർഷം. പിന്നെ എന്താ മറ്റേ ബുദ്ധിപരമായ ഒരു ഉപദേശം അല്ലേ, അത് ഏതാണ്? അത് 5ാം വർഷമായിരുന്നു. ഏത്? മറ്റേ ഖന്തഖ് യുദ്ധം അല്ലേ, അത് 5ാം വർഷമായിരുന്നു അല്ലേ? പിന്നെ ഹുദൈബിയ സന്ധി അതോ? അത് ഹിജ്റ 6ാം വർഷമായിരുന്നു. പിന്നെ ഖൈബർ ഉപരോധം ഹിജ്റ 7ാം വർഷം. പിന്നെ അത് കഴിഞ്ഞ മക്ക വിജയം അല്ലെ, അല്ലെങ്കിൽ മക്ക ഫത്ഹ്, അത് എത്രാം വർഷമാണ്? ഹിജ്റ 8ാം വർഷം. പിന്നെ ഹുനൈൻ സമരം നിങ്ങൾ പാടൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിജ്റ വർഷം കാണാനും പറ്റില്ല, മാസം കാണാനും പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്താ പറയാ? നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു പെൻസിലോ പെന്നോ എടുത്തിട്ട് ഹുനൈൻ സമരത്തിന്റെ മേലെ ഹിജ്റ 8 എന്ന് എഴുതാം. ഹുനൈൻ സമരം ഹിജ്റ 8നാണ് നടന്നത്. അത് ചിലപ്പം എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠമാണ് അനീതിക്കെതിരിലെ ഒരു വിജയം അല്ലേ? അപ്പോ ഈ പാഠത്തിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലേ? പാഠം 9 അനീതിക്കെതിരിൽ ഒരു വിജയം. എഴുത്തുമായി ചെന്ന ദൂതനെ വധിക്കുക ചരിത്രത്തിൽ ക്രൂരമായ സംഭവമാണിത്. അപ്പോൾ എഴുത്തുമായി ചെന്ന് ദൂതനെ വധിക്കുക അത് ഭയങ്കര ക്രൂരമായ സംഭവമാണ് അല്ലേ? അപ്പോൾ എഴുത്തുമായി ചെന്ന ദൂതൻ എന്ന് പറഞ്ഞെന്താ? ഒരു എഴുത്തേറ്റ് ചെന്ന ദൂതൻ എന്താവാം. ചിലപ്പം ഇസ്ലാമിനെ ക്ഷണിക്കാനാകാം, പിന്നെ എന്താ സമാധാനത്തിന് വേണ്ടിയാകാം, എന്താവാം. അത് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ എഴുത്തുമായി ചെന്ന ദൂതനാണെന്ന് നമുക്ക് അറിയാം. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ സംഭവമാണത്. മുഅത്തത്തെ യുദ്ധത്തിന് ഇതായിരുന്നു കാരണം. അപ്പൊ കുറെ യുദ്ധമുണ്ട് അല്ലേ? നമ്മൾ പഠിച്ച കുറച്ച് യുദ്ധത്തിന് പേരാണത്. ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖൈബർ യുദ്ധം, ഖന്തഖ് യുദ്ധം, ഹുനൈൻ സമരം, പിന്നെയോ കുറെ ഉണ്ട് അല്ലേ? മക്ക ഫത്ഹിന്റെ അല്ലെങ്കിൽ മക്ക വിജയത്തിന്റെ യുദ്ധം, അങ്ങനെയാണ് കുറേ യുദ്ധങ്ങളുണ്ട്. ഇത് വേറെ യുദ്ധമാണ്. മുഅത്തത്ത് യുദ്ധം. ഷാമിൽപ്പെട്ട മുഅത്തത്തിൽ വെച്ചായിരുന്നു ഈ യുദ്ധം നടന്നത്. അപ്പൊ ഷാം പറഞ്ഞൊരു സ്ഥലത്തില് പെട്ട ഒരു സ്ഥലമാണത് മുഅത്തത്ത് അല്ലെ? അപ്പൊ മുഅത്തത്ത് എവിടെയാണ്? ഷാമിൽപ്പെട്ട സ്ഥലമാണ് അല്ലെ? അല്ലെങ്കിൽ ഷാമിൽപ്പെട്ട മുഅത്തത്ത് വെച്ചായിരുന്നു ഈ യുദ്ധം നടന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് യുദ്ധത്തിന്റെ പേര് മുഅത്തത്താണ്. അപ്പൊ മുഅത്തത്ത് യുദ്ധം എവിടെ വെച്ച് നടന്നു? ഷാമിൽപ്പെട്ട മുഅത്തത്തിൽ വെച്ച് അല്ലെ? ബുസ്റ രാജാവിന് ഒരു എഴുത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച ഹാരിസ ബിൻ ഉമൈർ അസ്ദരി റളിയല്ലാഹു അൻഹുവിനെ ഒരു റോമൻ സൈനികൻ വധിച്ചു. അപ്പൊ നാം ബുസ്റ രാജാവ് അല്ലെ, ബുസ്റ രാജാവിന്
ഒരു എഴുത്തുമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഒരു ദൂതനെ അയച്ചു അല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചേ? ഒരു റോമൻ സൈനികൻ ആ ദൂതനെ വധിച്ചു. ആരാണ് ആ ദൂതൻ? ഹാരിസ് ബിനു ഉമൈർ അസ്ദി റളിയല്ലാഹു അൻഹു അല്ലേ? അതോടെ മുസ്ലിംകളും റോമൻ സൈന്യവും തമ്മിൽ യുദ്ധത്തിന് കളമൊരുങ്ങി. അപ്പൊ എന്താണ്, റോമൻ സൈന്യങ്ങളും പിന്നെ മുസ്ലിം സൈന്യവും എന്തായി, യുദ്ധത്തിന് വേണ്ടിയിട്ട് റെഡിയായി അല്ലേ? കാരണം എന്താണ്? മുഅത്തത്തെ യുദ്ധത്തിന് എന്താ കാരണം? എഴുത്തുമായി ചെന്ന ദൂതനെ വധിക്കുക എന്നാണ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ സംഭവമാണിത്. മുഅത്തത്തെ യുദ്ധത്തിന് ഇതായിരുന്നു കാരണം അല്ലേ? ഹിജ്റ 8-ാം വർഷത്തിലായിരുന്നു ഇത്. ഇതുവരെ നടന്നതൊക്കെ നമ്മൾ എത്രാം വർഷത്തിലാണ് പഠിക്കുന്നത്? ഹിജ്റ 8-ാം വർഷത്തിലാണ് പഠിക്കുന്നത് അല്ലേ? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 3000 പേരടങ്ങുന്ന സൈന്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅത്തത്തിലേക്ക് അയച്ചു. എന്താണ്, മുഅത്തത്ത് യുദ്ധത്തിനായിട്ട് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ എത്ര ആൾക്കാരാണ് പോയത്? 3000 പേരടങ്ങുന്ന സൈന്യം. ഒരു വെള്ള പതാക നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്താണ്, ഒരു വെള്ള പതാക നൽകി. ആർക്ക്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ നൽകി. എന്നിട്ട് എന്താണ് പറഞ്ഞത്? സെയ്ദ് റളിയല്ലാഹു അൻഹു ഷഹീദായാൽ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഷഹീദായാൽ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു നേതൃത്വം വഹിക്കണം. അദ്ദേഹവും ഷഹീദാകുന്ന പക്ഷം ഒരാളെ നിങ്ങൾ നേതാവായി തിരഞ്ഞെടുത്ത് യുദ്ധം ചെയ്യണം. അപ്പോൾ എന്താണ്, ഈ 3 പേരും ഷഹീദായാൽ എന്താണ്, സ്വഹാബിയിൽ നിന്നും ആരെങ്കിലും ഒരാൾ നേതാവ് തിരഞ്ഞെടുക്കണം. 2 ലക്ഷമായിരുന്നു റോമൻ സൈന്യം. അംഗബലമല്ല ഇസ്ലാമിന്റെ വിജയത്തിന്റെ നിദാനം എന്ന് പറഞ്ഞു അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്ക് ധൈര്യം പകർന്നു അല്ലേ? അപ്പോൾ എന്താ, റോമൻ സൈനികർ 2 ലക്ഷമായിരുന്നു. പിന്നെ അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അംഗബലമല്ല ഇസ്ലാമിന്റെ വിജയത്തിന്റെ നിദാനം അല്ലേ? പിന്നെ എന്തായിരിക്കും? അള്ളാഹുവിനുള്ള കഠിന വിശ്വാസം അല്ലെങ്കിൽ തഖ്വ അല്ലേ? അതാണെന്ത്? ഇസ്ലാമിന്റെ നിദാനം. അംഗബലമല്ല പറഞ്ഞാൽ കുറേ ആളുകളുള്ളതല്ല, എന്താ, ഇസ്ലാമിന്റെ വിജയത്തിന്റെ നിദാനം. യുദ്ധം ശക്തിയായി, ശത്രുക്കൾക്ക് വമ്പിച്ച നഷ്ടം സമ്മാനിച്ചു. അപ്പൊ എന്താണ്, ശത്രുക്കൾ പരാജയപ്പെട്ടു അല്ലെ? 3 പടനായകന്മാരും ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹും, ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹും എന്തായി? ഷഹീദായി. ഏത് യുദ്ധത്തിൽ? മുഅത്തത്ത് യുദ്ധത്തിൽ. ജഅഫർ റളിയല്ലാഹു അൻഹു അന്ന് സുന്നത്ത് നോമ്പുകാരനായിരുന്നു. അനന്തരം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പോരാട്ടം നടന്നു. അപ്പോൾ ആരാണ് 3 പടനായകന്മാർ ഷഹീദായതിനു ശേഷം നേതാവായത്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. റോമൻ സൈന്യം പരാജയപ്പെട്ടു. സ്വഹാബികളിൽ നിന്ന് 12 പേർ ഷഹീദായി. ശത്രുക്കളിൽ നിന്ന് അനേകം പേർ കൊല്ലപ്പെട്ടു. സ്വഹാബികളിൽ നിന്ന് 12 പേര് മാത്രം ഷഹീദായിട്ടുള്ളൂ. പക്ഷെ ശത്രുക്കളിൽ നിന്നും അനേകം പേരുകൾ എന്തായി? കൊല്ലപ്പെട്ടു അല്ലേ? അപ്പോ അനേകം പറഞ്ഞാല് അതൊരു നമ്പറാണോ? അല്ല. അനേകം പറഞ്ഞാൽ കുറേ ആളുകളെ കൊല്ലപ്പെട്ടു എന്നാണ് അല്ലേ? ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്ത് 1. ഉത്തരം എഴുതാം. 1. മുഅത്തത്തെ യുദ്ധത്തിന്റെ കാരണം എന്ത്? ഉത്തരം, എഴുത്തുമായി ചെന്ന ദൂതനെ വധിക്കുക. ചരിത്രത്തിലെ ക്രൂരമായ സംഭവമാണിത്. മുഅത്തത്തെ യുദ്ധത്തിന് ഇതായിരുന്നു കാരണം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച 3 പടനായകന്മാർ. ഉത്തരം, 1. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, 2. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, 3. അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു. 3. അവസാനം തിരഞ്ഞെടുക്കപ്പെട്ട പടനായകൻ ആര്? ഉത്തരം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. 4. റോമൻ സൈനികൻ വധിച്ച സ്വഹാബി ആരാണ്? ഹാരിസ് ബിൻ
ഉമൈരിൽ അസ്ദി റളിയല്ലാഹു അൻഹു. 5. മുഅത്തത്തിലെ സൈന്യങ്ങൾ. ഉത്തരം 1. മുസ്ലിം സൈന്യം എത്രയാണ്? 3000 പേര് അല്ലേ. രണ്ടാമത്തത് ഏതാണ്? റോമൻ സൈന്യം അല്ലേ. എത്രയാണ്? 2,00,000. 6. നോമ്പുകാരനായി ഷഹീദായി ആര്? ഉത്തരം ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇനി രണ്ടെണ്ണം ചർച്ച ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമായി പുലർന്ന ഒരു യുദ്ധം കൂടിയായിരുന്നു മുഅത്തത്ത്. പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അത് എങ്ങനെ മനസ്സിലാക്കാം? അത് നിങ്ങൾ എന്ത് ചെയ്യുക? ചർച്ച ചെയ്യാം അല്ലേ. ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയാലോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.